അനന്തകൃഷ്ണനെതിരെ പരാതിയുമായി BJP സംസ്ഥാന സമിതി അംഗം KN ഗീതാകുമാരി രംഗത്തെത്തിയിട്ടുണ്ട്. 25 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്ന് KN ഗീതാകുമാരി പറയുന്നു. AN രാധാകൃഷ്ണന്റെ സൈൻ എന്ന് പറയുന്ന സംഘടനയുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഈ അനന്തകൃഷ്ണൻ ഈ തട്ടിപ്പൊക്കെ നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ BJP സംസ്ഥാന സമിതി അംഗത്തിന് തന്നെ 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ KN ഗീതാകുമാരി പറഞ്ഞത്. പണം വാങ്ങിയത് മുതിർന്ന നേതാവ് പ്രമീള ദേവിയുടെ PA ആയിരിക്കെയാണ്. പ്രമീള ദേവിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയിരുന്നു അനന്തുവെന്ന് KN ഗീതാകുമാരി പറഞ്ഞു. AN രാധാകൃഷ്ണന്റെ സംഘടനയ്ക്ക് അനന്തുവുമായി ബന്ധമുണ്ടെന്ന് ഗീതാകുമാരി പറയുന്നത് BJPയുടെ ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അത് ഗൗരവമേറിയ വിഷയം കൂടിയാണ്. BJP ഒന്നുകൂടി ഞാൻ പറയാം, BJPയുടെ സംസ്ഥാന സമിതി അംഗമായ KN ഗീതാകുമാരി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കും. പ്രമീളാദേവിയുടെ PA ആയിരുന്നു നിലവിൽ അനന്തകൃഷ്ണൻ. അപ്പോൾ പ്രമീളയും പറഞ്ഞു, ഞാനിങ്ങനെ പൈസയൊക്കെ കൊടുത്തയക്കാറുണ്ട്, ഒരു കുഴപ്പം വന്നിട്ടില്ല, വിശ്വസ്തനാണെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നെ നിർബന്ധിച്ച് പലപ്പോഴായിട്ട് പൈസ വാങ്ങിക്കൊണ്ടുപോയി. 25 ലക്ഷം രൂപയായിട്ട് ഇവന് പലപ്പോഴായിട്ട് ചെക്കായിട്ടും പൈസയായിട്ടും പലരിൽ നിന്ന് മേടിച്ചും ഒക്കെ ആയിട്ട് ഞാൻ കൊടുത്ത് ഇത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി ഞാൻ തരില്ല, ഒരു കാരണവശാലും തരില്ല എന്ന് പറഞ്ഞു. പ്രമീളാദേവിയായിട്ട് പല തരത്തിലുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയോ ഇടപാടുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രമീളാദേവിയുടെ ഇലക്ഷന് പാലായിൽ ഇവൻ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയിരുന്നു. NRനെയൊക്കെ എനിക്ക് വലിയ ബഹുമാനവും സ്നേഹമൊക്കെ ആയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഒന്നും സംശയിച്ചിട്ടില്ല. ഇപ്പം എൻ്റെ രാധാകൃഷ്ണൻ ഇതുമായിട്ട് എന്തോ ഒരു ചുമതലയും ബന്ധമുണ്ടെന്നാണ് തോന്നുന്നത്. അതായത് ഈ ചാരിറ്റി സംഘങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനോ അതിൻ്റെ പേരിൽ ഈ ചാരിറ്റി പ്രവർത്തനം നടത്താനൊക്കെയുള്ള ഒരു അനുവാദം നമ്മുടെ സർക്കാരിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവിരിക്കുന്നത്. സന്ദീപ് രാജാക്കാട് ചേരുന്നു. സന്ദീപ് രാജാക്കാട്, പാലക്കാട് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണായിരുന്ന പ്രമീളാദേവിയെ കുറിച്ചാണോ ഈ ഗീതാകുമാരി പറയുന്നത്? ആ പ്രമീളാദേവിയുടെ ഇലക്ഷൻ ഏജന്റ് ആയിരുന്നോ ഈ തട്ടിപ്പ് വീരൻ? ഡോക്ടർ അരുൺകുമാർ, അത്തരത്തിൽ തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഈ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ തട്ടിപ്പിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത് രംഗപ്രവേശം ചെയ്ത ഒരാളാണ് അനന്തകൃഷ്ണൻ എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ താത്വിക ഭാഗത്തിൽ പക്വതയുള്ള ഒരു പയ്യനായി ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ KN ഗീതാകുമാരിയുടെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ പല സമയത്തായിട്ട് വാങ്ങുന്നത്. അതും ഈ ബന്ധങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, ആ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അത്തരത്തിലാണ് വിവിധ ഘട്ടങ്ങളിലായി 25 ലക്ഷം രൂപ ഒരു ബിസിനസ്സിനാണ് എന്ന് പറഞ്ഞ് വാങ്ങുകയും അത് തമിഴ്നാട്ടിലെ ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടാണ് ആ പൈസ വാങ്ങിയത് എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഈ CSR ഫണ്ട് തട്ടിപ്പ് മാത്രമല്ല, അതല്ലാതെ തന്നെ പലവിധ തട്ടിപ്പുകൾ ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമുക്ക് KN ഗീതാകുമാരിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 25 ലക്ഷം രൂപ പലതവണ ആവശ്യപ്പെടുകയും പിന്നീട് ഇത് ചോദിക്കുമ്പോഴൊക്കെ കിട്ടാതെ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ ചെക്കുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുകയും അതിപ്പോൾ കേസ് കോടതിയിൽ നിൽക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവർ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രമീളാദേവി വനിതാ കമ്മീഷൻ അംഗമായിരിക്കുന്ന ഘട്ടത്തിൽ അവരുടെ PA ആയിരുന്നു ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്നത്. ആ ഘട്ടത്തിലാണ് 2016 മുതലാണ് ഈ പണം വാങ്ങുന്നത്. ഇവർ ഈ പണം വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും എല്ലാം കൃത്യമായി തന്നെ പ്രമീളാദേവിയോട് പറഞ്ഞിരുന്നു. അതിനുശേഷം തൻ്റെ പണം നഷ്ടമായ വിവരവും പ്രമീളാദേവിക്ക് അറിയാവുന്ന ഒരു ഘട്ടമുണ്ട്, BJP നേതൃത്വത്തെ അറിയിക്കുന്ന ഒരു ഘട്ടമുണ്ട്. എന്നിട്ട് പോലും ഈ പ്രമീളാദേവി ഇയാൾക്കെതിരെ തള്ളിപ്പറയുവാനോ ഇല്ലെങ്കിൽ ഇയാൾക്കെതിരെ ഒരു ഒഴിവാക്കി നിർത്തുവാനോ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ്. അതിനുശേഷമാണ് ഈ ചീഫ് ഇലക്ഷൻ ഏജന്റായിട്ട് വരെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. അതായത് അനന്തകൃഷ്ണൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സംരക്ഷിക്കുന്ന നേതാക്കന്മാരും ഈ സംഘടനയിൽ ഉണ്ട് എന്നുള്ളതാണ്. BJPക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. AN രാധാകൃഷ്ണനെ സംബന്ധിച്ച് അവർ വ്യക്തമായി തന്നെ പറയുന്നു, AN രാധാകൃഷ്ണന്റെ സീഡുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട്, ഇവർ യാത്ര ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളും ഇവർ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആളുകളെ ഏറ്റവും അടുത്തറിയുകയും അവരുമായി ഒരു വലിയ സൗഹൃദം സ്ഥാപിക്കുകയും ഇല്ലെങ്കിൽ വലിയൊരു അടുപ്പം സ്ഥാപിക്കുകയും അതുവഴി പണം ഇങ്ങനെ വാങ്ങുകയും ചെയ്യുന്ന ഒരു ശീലം വളരെ വിദഗ്ധമായി ആളുകളുടെ മനസ്സറിഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്തുക എന്നുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് എന്ന് വേണം പറയാൻ. അത്തരത്തിൽ അനന്തകൃഷ്ണന് നടത്തുവാൻ സാധിച്ചു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഗീതാകുമാരിയുടെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഈ രണ്ടാമത്തെ കാര്യം, ഇവരുടെ ലീഗൽ അഡ്വൈസറായിട്ട് നിൽക്കുന്ന ആള് എന്ന് പറയുന്നതും ഈ കോൺഗ്രസിന്റെ നേതൃത്വം എന്ന് പറയുമ്പോഴും ഇപ്പോഴും അവർ ഈ കേസുമായി മുന്നോട്ട് പോകുന്നവരാണെന്നുള്ളതാണ് ഈ ഗീതാകുമാരിയുടെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. കാരണം ഈ കാര്യങ്ങളെല്ലാം ഇവർക്ക് വ്യക്തമായി തന്നെ അറിയാം, താൻ പറ്റിക്കപ്പെട്ടു എന്നറിയാം. എത്ര വിദഗ്ധമായിട്ടാണ് കബളിപ്പിച്ചതെന്ന് നോക്കൂ. BJPയുടെ ഒരു നേതാവ് ഒരു പദ്ധതിയുമായിട്ട് സഹകരിക്കുക, മറ്റൊരു നേതാവിൻ്റെ PA ആയിരിക്കുക,
ചീഫ് ഇലക്ടറൽ ഏജന്റ് ആയിട്ടിരിക്കുക പ്രമീള ദേവിയുടെ, അതേസമയം തന്നെ ലീഗൽ അഡ്വൈസറായിട്ട് ലാലി വിൻസെന്റിനെ പോലെയുള്ള കോൺഗ്രസ് നേതാവിനെയും ഒപ്പം കൂട്ടുക എന്നുള്ളതാണ്. അതിവിദഗ്ധമായിട്ടാണ് അനന്തു ഈ നീക്കങ്ങളൊക്കെ നടത്തിയത് എന്നുള്ളത് വ്യക്തമാണ്. കൂടുതൽ നേതാക്കൾ ഈ കേസിൽ കുടുങ്ങും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ പേര് കൂടി പറഞ്ഞു കേൾക്കുന്നു. ഒരു പ്രാദേശിക നേതാവാണ് ആ നേതാവ്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ സന്ദീപ്? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. വളരെ വിദഗ്ധമായി ഈ നേതാക്കന്മാരുടെ പങ്ക് എന്നുള്ളത് വളരെ വിദഗ്ധമാണ്. ഇപ്പോൾ KN ഗീതാകുമാരി ഇന്നലെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് അവരുടെ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ ലാലി വിൻസെന്റ് ആണ് ഹാജരാകുന്നത്. അവിടെ വെച്ച് ചോദിക്കുന്നത് നിരവധി തവണ അനന്തുവുമായിട്ട് യാത്ര ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പോൾ ആ വാഹനത്തിൽ നിന്ന് അനന്തുവിൻ്റെ ചെക്ക് തട്ടിയെടുത്ത് ഇത്തരത്തിൽ അയാളെ കബളിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥിതിയല്ലേ എന്ന് ഇവർ തിരിച്ചു ചോദിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വ്യക്തമായി അറിയാവുന്ന ആൾ കൂടിയാണ് ലാലി വിൻസെന്റ് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി ഗീതാകുമാരി ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ BJPയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വം തന്നെ മറുപടി പറഞ്ഞേ മതിയാവൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലാലി വിൻസെന്റ് ഇപ്പോഴും ലീഗൽ അഡ്വൈസറായിട്ട് തുടരുന്നുണ്ടോ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്.